ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെന്താ സാധനം എന്ന് മനസ്സിലായോ? ഇത് ഞാൻ വാഴക്കൂമ്പ് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ കറയൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഈ വാഴക്കൂമ്പ്, വാഴച്ചുണ്ട് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഐറ്റത്തിന്. ഈ വാഴക്കൂമ്പിൽ ഒരുപാട് വിറ്റാമിനുകളും ധാതുക്കളും നാരുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. മാത്രമല്ല പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനൊക്കെ ഈ വാഴക്കൂമ്പ് കഴിക്കുന്നത് നല്ലതാണെന്നാണ് കേട്ടിട്ടുള്ളത്. അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ, പ്രമേഹത്തിന്, ക്യാൻസറിന്, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഇത് പ്രതിവിധിയാണ് കേട്ടോ ഈ വാഴക്കൂമ്പ് കഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വാഴക്കൂമ്പും വൻപയറും കൂടി ഇട്ടാണ് കേട്ടോ തോരൻ വയ്ക്കുന്നത്. ഇത് തന്നെയും വെക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അരപ്പിനുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നത്: വെളുത്തുള്ളിയുണ്ട്, ചുമന്നുള്ളിയുണ്ട്, കറിവേപ്പിലയുണ്ട്, പച്ചമുളകുണ്ട്, മഞ്ഞളുണ്ട്, കുറച്ച് ജീരകമുണ്ട് കേട്ടോ. ഇതൊന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഞാനൊരു ചട്ടിയാണ് കേട്ടോ എടുത്തത്, മൺചട്ടിയാണ്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം, കടുകിട്ട് കൊടുക്കാം. ശേഷം കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ വാഴക്കൂമ്പ് കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ. ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. പിന്നെയും ജസ്റ്റ് ഒന്നുകൂടെ മൂടി വെച്ചിട്ട് എടുത്താൽ മതി. ഒരു 4-5 മിനിറ്റും കൊണ്ട് നമ്മുടെ വാഴക്കൂമ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. അതുകൊണ്ട് ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. വേവില്ലാത്തതുകൊണ്ടാണ്. വേവുള്ളതാണെങ്കിൽ നമ്മൾ ഉപ്പ് ഒരു 50% ഒന്ന് കുക്കായതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കാം. വൻപയറിൻ്റെ കൂടെ മാത്രമല്ല ചെറുപയറിൻ്റെയൊക്കെ കൂടുതൽ ഇത് തോരൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്തൊന്ന് നോക്കി, ഒരുപാട് കുക്കാകാനില്ല കേട്ടോ. ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് മൂടി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ പയർ ഞാൻ ഉപ്പ് മാത്രം ഇട്ട് വെന്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചാൽ മതി. നമ്മുടെ വാഴക്കൂമ്പ് കൂടെ റെഡിയാകും കേട്ടോ. അങ്ങനെ വാഴക്കൂമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ പയർ വെന്ത വെള്ളമാണ് കേട്ടോ മിക്സിയുടെ ജാറിൽ കഴുകി ഒഴിക്കുന്നത്, അല്ലാതെ വേറെ വെള്ളം എടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് പയറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പയർ നന്നായിട്ട് വെന്തിരിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴൊന്നും ഇട്ട് ഇളക്കാത്തത്, കൂടുതൽ ഉടഞ്ഞു പോകായിട്ടാണ്. ഇനി ആവശ്യമായ പയറും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതി. നമ്മുടെ വാഴക്കൂമ്പ് വൻപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.